ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിവരവും കൂടിയുണ്ട്. ക്ലാസ് കൂടാതെ ഒരു പ്രധാനപ്പെട്ട വിവരവും കൂടിയാണ് പറയാനുള്ളത്. ICDS കൺഫർമേഷൻ മെസ്സേജുകൾ വന്നു തുടങ്ങി. ഓക്കെ, ICDS എക്സാം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒക്ടോബർ 22 അപ്പോൾ എന്ത് ചെയ്യുക? കൺഫർമേഷൻ മെസ്സേജ് വരാത്തവർ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ മെസ്സേജ് വന്നവരും നാളെ മുതൽ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങുക. ഒക്ടോബർ 22 പരീക്ഷയ്ക്കുള്ളത്. അപ്പം തീർച്ചയായും നമ്മുടെ മുമ്പിൽ ഒരു 2.5 മാസം നമുക്കുണ്ട് അല്ലെ. ഈ 2.5 മാസം കൊണ്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളത്, നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. ഇനി പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ഏതെങ്കിലും സർവീസിൽ, പ്രൈവറ്റിലോ ഗവൺമെന്റിലോ ഒക്കെ സർവീസിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉദ്യോഗാർത്ഥികളോ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിശ്ചിതമായും ആ സിലബസിനെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ആ സിലബസിനനുസരിച്ച് പഠനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ICDSുമായി ബന്ധപ്പെട്ട എൻ്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. ഫസ്റ്റ് ക്ലാസ് ICD എന്നൊരു ടോപ്പിക് എടുത്തു. ഞാൻ ഇറഗുലർ ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, കാരണം ഫസ്റ്റ് ഓർഡർ പോർഷനിലല്ല. പക്ഷെ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കുമ്പോൾ ICDയും ഇമ്പോർട്ടൻ്റ് ആണ്, അതോടൊപ്പം തന്നെ സ്കീസോഫ്രീനിയയും ഇമ്പോർട്ടൻ്റ് ആണ്. വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ്. ഇപ്പൊ സൈക്കോളജി, സോഷ്യൽ വർക്ക് ഏരിയകളിലെ കുറച്ച് ടോപ്പിക്കുകൾ, അറിയാവുന്ന ടോപ്പിക്കുകളൊക്കെ ക്ലാസ് ആയിട്ടിടാം. പിന്നെ എല്ലാ മേഖലകളിൽ നിന്നുള്ള മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമുക്ക് യൂട്യൂബ് ത്രൂ ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് ചെയ്യുക? ക്ലാസ്സുകളെ കുറിച്ച് കാണാനും കിട്ടാനും സംശയങ്ങൾ ചോദിക്കാനും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുപരി നന്നായി നിങ്ങൾ പഠിക്കുക. ഓക്കെ, എടുക്കുന്ന ടോപ്പിക്കുകളെ, അതായത് മിസ് ICD കഴിഞ്ഞു 11 മിനിറ്റ് അല്ലെ 12 മിനിറ്റ് അല്ലെ സ്കീസോഫ്രീനിയ ഒരു 10 മിനിറ്റ്, അത് പഠിച്ചാൽ മതി. അതിലുപരി നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സിലൂടെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെച്ചോളുക. ഓക്കെ, അപ്പം നമുക്കൊരു ലൈവ് അറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമാണ് ലൈവ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക. അപ്പൊ ലൈവ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓരോ യൂണിറ്റ് അല്ലെ ഇത്ര പോർഷൻ, ഒരു 10 ടോപ്പിക്ക് തീർന്നിട്ട് നമുക്ക് ലൈവ് അറേഞ്ച് ചെയ്യാം. അങ്ങനെ ലൈവ് അറേഞ്ച് ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് കാര്യങ്ങളെ, ഡൗട്ടുകളെ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു പോകാനും, പിന്നെ നമുക്കൊന്ന് റീകോൾ ചെയ്യാൻ, നമ്മൾ പഠിച്ച പോർഷൻസിന് ഒരു 10 ടോപ്പിക്ക് പഠിച്ചു, ആ 10 എണ്ണത്തിനെ ഒന്ന് റീകോൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. എല്ലാ ടോപ്പിക്കുകളിൽ നിന്ന് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം എൻ്റെ ഒരു ഏരിയ സൈക്കോളജി ആയതുകൊണ്ട് ഞാൻ അത് മുഴുവനും എടുത്തു തരും. അത് കൂടാതെ ബാക്കിയുള്ള ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസും കൂടെ, മോഡൽ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഏകദേശം ആ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ ഒരു തീരുമാനം, എനിക്ക് ICDS വേണ്ട, അല്ലെങ്കിൽ ഞാൻ പഠിച്ച എനിക്ക് കിട്ടുമോ, കിട്ടാൻ സാധ്യതയില്ല, എന്നാൽ നിർത്തിയേക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനം ആണ് എടുക്കുന്നതെങ്കിൽ ആ തീരുമാനത്തിന്റെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഒരു കോമ ഇട്ട് കൊടുക്കുക. എനിക്ക് കിട്ടും, ഞാനത് ശ്രമിച്ച് നോക്കും, പിന്നെ ബാക്കി എൻ്റെ എക്സെട്ര മാത്രമേ ഇടാവുള്ളൂ. അവിടെ ഒരു കുത്ത് എന്ന് പറയുന്ന സാധനം ഇടരുത്. കാരണം നമുക്കൊന്നും ഒരു കുത്തിലും തീർത്ത് അവസാനിപ്പിക്കാനുള്ളതല്ല. നമുക്ക് പഠിക്കാൻ 2.5 മാസം സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളമുള്ള സമയമാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതുവരെ പഠിത്തം തുടങ്ങാത്തവരാണെങ്കിലും നമ്മളുടെ ഒരു ശ്രമം മതിയാവും. അതായത് ഒരു 6 മാസമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിലുപരി ഇന്ന് പഠിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ കുറച്ചുകൂടെ, ഞാൻ ഇത്രയും നാളും പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി എന്ത് ചെയ്യാം? അതിനൊരു താല്പര്യം കാണിക്കാം. ഓക്കെ, അതായത് നമ്മൾ സൈക്കോളജിക്കൽ ലേണിംഗ് കർവ് ഒക്കെ വരയ്ക്കുമ്പോൾ ഈ ലേണിംഗ് കർവ് വരയ്ക്കുകയാണ്. ആ ലേണിംഗ് കർവ് വരയ്ക്കുമ്പോൾ ഇതുവരെ പഠിക്കാത്ത വ്യക്തി പരിശ്രമിച്ച് മുകളിലേക്ക് കയറും. എന്നാൽ പഠിച്ചു കഴിഞ്ഞ വ്യക്തിയോ ഇനി റിവിഷൻ അല്ലേ, പതിയെ പഠിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതൊരു സൈക്കോളജിക്കൽ വശമാണ്. അപ്പൊ അതിനെ അങ്ങനെ കണ്ടാൽ മതി. നേടാൻ പറ്റുമെന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെ പഠിച്ചു പോവുക, മുന്നേറുക, ഒപ്പം ഉണ്ടാകും. എന്നാൽ ആവുന്ന ഹെൽപ്പുകളെല്ലാം ചെയ്ത് ഞാൻ കൂടെ ഉണ്ടാവും. അതുപോലെ ഓരോ ടോപ്പിക്കുകൾ തീരുമ്പോൾ നമുക്ക് ഒരു 10 ടോപ്പിക്ക് തീർന്നു. ആ 10 ടോപ്പിക്കാണ്. 10 ടോപ്പിക്ക് തീരുമ്പോൾ നമുക്കൊരു ലൈവ്, ഒരു റിവിഷൻ പോലെ, ഈ ലൈവ് അല്ലെങ്കിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടൊരു റിവിഷൻ പോലെ നടത്താം. അത് നിങ്ങൾക്ക് ഭയങ്കരധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എനിവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ കാണുന്ന, നന്നായി പഠിച്ചു പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത്തവണത്തെ ICDSൽ സർവീസിൽ കയറാൻ സാധിക്കട്ടെ. നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സ്കീസോഫ്രീനിയ എന്ന് പറയാം. ഓക്കെ, സ്കീസോഫ്രീനിയ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സീരിയസ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ. അതായത് ഇത്രമാത്രം, ഇങ്ങനെ മലയാളത്തിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സ്കീസോഫ്രീനിയ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ഓക്കെ, ഒരു സീരിയസ് മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്ത, നമ്മുടെ തോട്ട്, നമ്മുടെ തിങ്കിങ് പ്രോസസ്സ്, നമ്മുടെ ബിഹേവിയർ,
നമ്മൾ ഫീൽ ചെയ്യുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളെ എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ സ്കീസോഫ്രീനിയ എന്ന മെന്റൽ കണ്ടീഷൻ. സോ അതിനെ ഒരു സീരിയസ് ആയിട്ടുള്ള മെന്റൽ കണ്ടീഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ സ്കീസോഫ്രീനിയ ഈസ് എ സീരിയസ് മെന്റൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട്സ്, എന്തിനെ അഫക്ട്സ് ചെയ്യുന്നത്? അപ്പൊ സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെന്റൽ കണ്ടീഷൻ ആണ്. എന്താണ് പഠിച്ചത്? ഒരു മെന്റൽ കണ്ടീഷൻ ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഈ സ്കീസോഫ്രീനിയ അഫക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇറ്റ് അഫക്ട്സ് അവർ എന്തിനെയാണെന്ന് പറയാം? അവർ ഫീൽസ്, അവർ തിങ്ക് ഓർ തോട്ട്, ഇനി അവരുടെ ബിഹേവ് ഓർ അവർ ബിഹേവ്. നമ്മുടെ ബിഹേവിയർ പാറ്റേൺ, നമ്മുടെ തിങ്കിങ് പ്രോസസ്, നമ്മുടെ ഫീലിങ്സുകളെ ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മെന്റൽ കണ്ടീഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇറ്റ് മേ റിസൾട്ട് ആസ് ദ മിക്സ് ഓഫ്, ഇറ്റ് മേ റിസൾട്ട് ഈ സ്കീസോഫ്രീനിയയുടെ റിസൾട്ട്, സ്കീസോഫ്രീനിയയുടെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് പറയാം ഹാലൂസിനേഷൻ. ചുണ്ടാനൊക്കെ പറഞ്ഞേ ഹാലൂസിനേഷൻ ആവാം. അപ്പൊ എന്താവാം ഇതിന്റെ കാരണം? ഒന്നെങ്കിൽ ഹാലൂസിനേഷൻ ആവാം, അല്ലെങ്കിൽ ഡെലൂഷൻ ആവാം, DELUSION, ഡെലൂഷൻ ആവാം. അതുമല്ലെങ്കിൽ ഡിസ്ഓർഗനൈസ്ഡ് തിങ്കിങ് ആൻഡ് ബിഹേവ് എന്ന് പറയും. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അധ്യാപികയോട് സംസാരിക്കുന്ന രീതിയിലല്ല നമ്മുടെ അമ്മയോട് സംസാരിക്കുക, അമ്മയോട് സംസാരിക്കുന്ന രീതിയല്ല അച്ഛനോട് ഇതൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ച്, നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന രീതിയിലല്ല നമ്മൾ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുക, അല്ലെ? അപ്പൊ ഇതെല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ഓർഗനൈസ്ഡ് തിങ്കിങ് ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർ ബിഹേവ് എന്ന് പറയുന്നത്. ഓക്കെ കുഞ്ഞുങ്ങളെ, സെറ്റ് ആണോ? സ്കീസോഫ്രീനിയ ഈസ് എ സീരിയസ് മെന്റൽ കണ്ടീഷൻ that affects a person feel, think and behave. Okay, it may result as the mix of എന്തിന്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട്? hallucination എന്ന് വെച്ചാൽ എന്താണ്? a person who can hearing or seeing something that can't hear or that can't see by others. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത വസ്തുതകളെ കാണുന്നു. ഏതാണ് ഹലൂസിനേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, ഇനി ഡെലൂഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബിലീഫ് ദാറ്റ് ആർ നോട്ട് ട്രൂ. അതായത് അയഥാർത്ഥമായ ഒരു വസ്തുത വിശ്വസിക്കുക. ഓക്കെ, യാഥാർത്ഥ്യമല്ലാത്ത, ട്രൂ അല്ലാത്ത ഒരു വസ്തുത വിശ്വസിക്കുന്നതിനെയാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻ, ഡിസ്ഓർഗനൈസ്ഡ് ബിഹേവിയർ ആൻഡ് തിങ്കിങ്, ഇതെല്ലാമാണ് എന്തിന് കാരണം? ഈ സ്കീസോഫ്രീനിയ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് കണ്ട് ഉണ്ടാവുന്നതാണ് എന്നാണ് പറയുന്നത്. സെറ്റാണ്. എന്താണ് സ്കീസോഫ്രീനിയ? ഇറ്റ് ഈസ് എ സീരിയസ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് അഫക്ട്സ് ദ പീപ്പിൾ. എന്താണ്? ഫീൽ, തിങ്ക് ആൻഡ് ബിഹേവ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് മേ റിസൾട്ട് ആസ് ദ മിക്സ് ഓഫ് ഹലൂസിനേഷൻ, ഡെലൂഷൻ ആൻഡ് ഡിസ്ഓർഗനൈസ്ഡ് തിങ്കിങ് ആൻഡ് ബിഹേവിയർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം എന്താണ് അബദ്ധ വിശ്വാസങ്ങളെ ഒക്കെ നമ്മൾ ഇപ്പം ഞാൻ ആ ശബ്ദം കേൾക്കും, നമ്മളാരും കേൾക്കാത്ത ശബ്ദം ആ പുള്ളി കേൾക്കും. ആരാ? ഈ സ്കീസോഫ്രീനിയ ഉള്ള വ്യക്തി കേൾക്കും. മനസ്സിലായോ? അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ they can lose the reality, they can lose the touch with the reality, എന്ന് വെച്ചാൽ അവരുടെ ഒരു റിയാലിറ്റിയിൽ നിന്ന് അവരെന്താണ്, റിയാലിറ്റി അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുക. ഇറ്റ് ലൂസ് റിയാലിറ്റി ഓർ they lose the touch with the reality എന്നാണ് പറയുന്നത്. they can seem to lose touch with the reality എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു നമ്മുടെ ഡെയിലി ലൈഫുമായിട്ടുള്ള ഒരു ടച്ച് അവന് വിട്ടുപോവുകയാണ്. അവനൊരു ഒരു ഹലൂസിനേഷൻ മൂഡിലേക്ക് മാറുന്ന ഒരു അവസ്ഥ. അതാണ് ഈ സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മെന്റൽ കണ്ടീഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുക. ഇനി
ഈ സ്ക്രീസോഫ്രീനിയ ഉള്ള വ്യക്തിക്ക് ഡെയിലി, അതായത് ഡേ ടു ഡേ അല്ലെങ്കിൽ നീഡ് ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. എന്താവശ്യമാണ്? ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. സ്ക്രീസോഫ്രീനിയ ഉള്ള വ്യക്തിക്ക്, പീപ്പിൾ വിത്ത് സ്ക്രീസോഫ്രീനിയ നീഡ് ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ്. ടോക്ക് തെറാപ്പി, സംസാര തെറാപ്പി എന്ന് പറയാം. മെഡിസിൻ ഉണ്ട്, ടോക്ക് തെറാപ്പി ഉണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദം ടു അഡ്ജസ്റ്റ് വിത്ത് ദ ഡെയിലി ലൈഫ്. എന്താണ്, അവൻ്റെ നിത്യേനയുള്ള ജീവിതവുമായി അഡ്ജസ്റ്റ് ചെയ്യാനും മെഡിസിനും ടോക്ക് തെറാപ്പിയും ഒക്കെ അവന് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ സ്ക്രീസോഫ്രീനിയ ഉള്ള വ്യക്തിക്ക് എന്തൊക്കെ ആവശ്യമാണ്? ഡെയിലി ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, ഓർ ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആവശ്യം. ഡെയിലി ഓർ ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ് എന്ന് പറയാം. ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആവശ്യമാണെന്ന് പറയാം. ടോക്ക് തെറാപ്പി ആവശ്യമാണെന്ന് പറയാം ആയിട്ട് സാധിക്കും. പിന്നെ എന്താണ് അവരുടെ ലൈഫുമായിട്ട് ഹൗ ടു അഡ്ജസ്റ്റ് ഓർ ഹൗ ടു മാനേജ് ദ ഡെയിലി ലൈഫ്. അപ്പൊ എന്താണ്? ടു ലേൺ or to teach them to, അങ്ങനെ പഠിച്ചാലും മതി. to teach them to manage their daily life, manage their daily life എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്? ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടു. ഹലൂസിനേഷൻ ഉണ്ട്, ഡെലൂഷൻ ഉണ്ട്, ഡിസ്ഓർഗനൈസ്ഡ് ടോക്കിംഗ് ആൻഡ് ബിഹേവിയർ ഉണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന അൺയൂഷ്വൽ മോട്ടോർ ബിഹേവിയർ എന്ന് വെച്ചാൽ അസാധാരണമായ രീതിയിലുള്ള, ഇപ്പം എന്തെങ്കിലുമൊക്കെ ആക്ഷൻ ഇങ്ങനെ ഏതു നേരവും ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക, അല്ല എന്തെങ്കിലും ഒരു ആക്ഷൻ, അൺയൂഷ്വൽ ആയിട്ടുള്ള മോട്ടോർ ബിഹേവിയർ. നെഗറ്റീവ് സിംറ്റംസ്, അൺയൂഷ്വൽ. ഇതിനെ കൂടാതെയാണ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ, സ്കിസോഫ്രീനിയയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് വൺ ഈസ് ഹാലൂസിനേഷൻ, ഡെലൂഷൻ, ഡിസ്ഓർഗനൈസ്ഡ് ടോക്കിംഗ് ആൻഡ് ബിഹേവിയർ. അത് കൂടാതെ അൺയൂഷ്വൽ മോട്ടോർ ആക്ടിവിറ്റീസ്, നെഗറ്റീവ് സിംറ്റംസ്. എന്താണ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് വെച്ചാൽ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദർ ഡെയിലി ലൈഫ്സ്. ദെൻ മോണോട്ടോൺ വോയിസ് എന്ന് വെച്ചാൽ വിത്തൗട്ട് എനി പിച്ച് ഓർ വിത്തൗട്ട് എനി ഇൻറ്റോണേഷൻ. നമ്മളിപ്പം അവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൗണ്ടിന് മാറ്റം ഉണ്ടാവും. അവർക്ക് അങ്ങനെയൊന്നുമില്ല, ഒരു പാസീവ്, അവിടെ ഇരിക്കുക, ഞാൻ ചെയ്യാം, ഞാൻ പോകുന്നു, അങ്ങനെ ഒരു മോണോട്ടോൺ വോയിസ് ടോക്കിംഗ് ആയിരിക്കാം അവരുടെ എന്ന് പറയുന്നു. they lose interest in their daily activities. They may speak in monotone voice without any പിച്ച്. അതിനാണ് മോണോട്ടോൺ വോയിസ് എന്ന് പറയുന്നത്. നോട്ട് ഏബിൾ ടു ഫീൽ പ്ലഷർ, സോഷ്യലി വിഡ്രോവൽ. ഇതൊക്കെ അവരുടെ എന്താണ്? ഇറ്റ് മേ നോട്ട് ടേക്ക് ബാത്ത്. ചില സമയം കുളിക്കാറില്ല, ചിലപ്പോൾ കുളിക്കാറേ ഇല്ല. അങ്ങനെ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സിംറ്റംസ് ഈ സ്ക്രീസോഫ്രീനിയയുടെ അണ്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. ഒന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെ പറഞ്ഞു? സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരിയസ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ദാറ്റ് അഫക്ട്സ് പീപ്പിൾ. എന്താണ്? ഹൗ പീപ്പിൾ തിങ്ക്, ബിഹേവ് ഓർ ഫീൽ. എങ്ങനെയാണ് അവരെ തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഫീൽ ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആണ്. സീരിയസ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ. അത് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് ഹൗ പീപ്പിൾ തിങ്ക്, ബിഹേവ് ആൻഡ് ഫീൽ എന്നുള്ളതാണ്. The symptoms of schizophrenia is hallucination, delusion and disorganized behavior and thinking. Unusual motor activities, negative symptoms. ഇവയെല്ലാമാണ് പ്രധാനമായിട്ടും സ്കിസോഫ്രീനിയയുടെ സിംറ്റം എന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിന്റെ കോസസ് എന്തൊക്കെയാണ്? ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇതുവരെ ഇതിന് പ്രത്യേകിച്ച് സ്കിസോഫ്രീനിയയ്ക്ക് ഒരു കാരണം കണ്ടുപിടിച്ചിട്ടില്ല. സ്കിസോഫ്രീനിയയ്ക്ക് പ്രധാനമായിട്ടും ഒരു കാരണം എന്നുള്ള രീതിയിൽ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് റിസർച്ചേഴ്സ് മേ ബിലീവ് ദാറ്റ് ജെനറ്റിക്സ് ആൻഡ് ബ്രെയിൻ കെമിസ്ട്രി ആൻഡ് എൻവയോൺമെന്റ് മെയിൻ റോള്. അപ്പൊ എന്ത് പറയാം? ജനിതകപരമായിട്ടുള്ള, ജനറ്റിക് ആയിട്ടുള്ള. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട എന്താണ് ചോദിക്കുന്നത്? കോസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, റിസർച്ചേഴ്സ് മേ ബിലീവ് ദാറ്റ് ജെനറ്റിക് ആൻഡ് chemical brain
chemical brain and ബ്രെയിൻ കെമിസ്ട്രി എന്നാണ് കേട്ടോ. കെമിക്കൽ ഈ ഒരു പദം ഞാൻ എവിടെയോ വായിച്ചത്, അതിൻ്റെ മൈൻഡിൽ ഇങ്ങനെ നിന്നത് കൊണ്ടാണ്. ബ്രെയിൻ കെമിസ്ട്രി ആൻഡ് എൻവയോൺമെന്റ് പ്രധാനമായിട്ടും ഈ കാര്യങ്ങളാണ് ഒരു മെയിൻ റോളായിട്ട് സ്ക്രിസോഫ്രീനിയയുടെ ഒരു മെയിൻ റോളായിട്ട് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ജനറ്റിക് ആയിട്ടുള്ളതാവാം, ബ്രെയിൻ കെമിസ്ട്രി അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ എന്തെങ്കിലും ഒരു ഇതായിരിക്കാം, ബ്രെയിൻ കെമിസ്ട്രി ആവാം, ആൻഡ് എൻവയോൺമെന്റ് ആവാം എന്ന് റിസർച്ചേഴ്സ് ബിലീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു നിഗമനം എന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് കോംപ്ലിക്കേഷൻ നമുക്കറിയാം. സ്ക്രിസോഫ്രീനിയ ഉള്ളവർ സോഷ്യലി വിഡ്രോവൽ ആണ്. അതുപോലെ തന്നെ അവർക്ക് ദേ ലൂസ് ടച്ച് ഇൻ ദ റിയാലിറ്റി ഓർ ഡേ ടു ഡേ ലൈഫ് ഒക്കെ നമ്മൾ കാണും. അപ്പോൾ ഒരു സൂയിസൈഡ് ടെൻഡൻസി, ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ അവരിൽ നിന്നുണ്ടാവാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് കാണാം. ആൻസൈറ്റി ഡിസോർഡർ അവർക്കുണ്ടാവാം. പിന്നെ എന്താണ്, അൺവാണ്ടഡ് തോട്ട്സ് ആൻഡ് ഫിയേഴ്സ് ആയിട്ടുള്ള ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് ബിഹേവിയർ ഓർ ഡിസോർഡർ, OCD എന്നറിയപ്പെടുന്ന ബിഹേവിയർ ഡിസോർഡർ ഉണ്ടാവാം. ഡിപ്രഷൻ ഉണ്ടാവാം. മിസ്യൂസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഉണ്ടാവാം. നോട്ട് ബീയിങ് ഏബിൾ ടു വർക്ക് ഇൻ ദ സ്കൂൾ ഓർ കോളേജസ് ഉണ്ടാവാം. സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാവാം. മണി പ്രോബ്ലംസ് ഫീൽ ചെയ്യാം. അഗ്രസീവ് ആൻഡ് വയലന്റ് ബിഹേവിയർ, ഇതെല്ലാം തന്നെ എന്താണ് ഇവരിൽ കാണുന്ന കോംപ്ലിക്കേഷൻ ആണ്. അതായത് മെന്റലി ഡിസോർഡർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുന്ന മിസ്ബിഹേവിയർ പാറ്റേൺ, സൂയിസൈഡ് അറ്റംപ്റ്റ്, അതുപോലെ തന്നെ സോഷ്യലി വിഡ്രോവല്, മണി പ്രോബ്ലം, ഇങ്ങനെയുള്ളവർക്ക് പണിക്ക് പോകാൻ പറ്റില്ല, അപ്പൊ മണി പ്രോബ്ലം ഉണ്ടാവാം. നോട്ട് ഏബിൾ ടു ഡു ദ ഡെയിലി വർക്ക്സ്, നമുക്ക് ഡെയിലി ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റായിക വരാം, സ്കിസോഫ്രീനിയയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം. സൂയിസൈഡ് അറ്റംപ്റ്റ് കാണിക്കാം. ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടാവാം. ഒരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ OCD എന്ന് പറയുന്ന ഡിസോർഡർ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ സ്കിസോഫ്രീനിയയുടെ കോംപ്ലിക്കേഷൻ എന്ന് പറയപ്പെടുന്നത്. ഇനി ഇതിന്റെ പ്രിവെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ്. ഏർലി ഡയഗ്നോസിസ്, നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെഡിസിൻ ആവാം, ടോക്ക് തെറാപ്പി ആവാം, ആൻഡ് ടീച്ച് ഹൗ ടു മാനേജ് ഇൻ ഡെയിലി ലൈഫ്. അതേ ഉള്ളൂ ഇതിന് കമ്പൽസറി ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. ഓക്കെ, അതായത് പക്ക ഒരു ട്രീറ്റ്മെന്റ്, നിർബന്ധപൂർവ്വമുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് സ്കിസോഫ്രീനിയയ്ക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന്, അല്ലെങ്കിൽ ഒരു പ്രിവെൻഷൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് സ്കിസോഫ്രീനിയ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സീരിയസ്, എൻ്റെ ഒപ്പം പറയണേ, ഇറ്റ് ഈസ് എ സീരിയസ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ. ഇറ്റ് ഈസ് എ സീരിയസ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ that affects how people think, behave or feel എന്നുള്ളതാണ്. ഇനി ഇറ്റ് മേ റിസൾട്ട് ആസ് ദ എന്താണ് ഹാലൂസിനേഷൻ, ഡെലൂഷൻ ആൻഡ് ഡിസോർഗനൈസ്ഡ് തിങ്കിങ് ആൻഡ് ബിഹേവിയർ എന്ന് പറയാം. ഇനി ഇതിന്റെ കോസസ് ചോദിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, ഹാലൂസിനേഷൻ പറയാം, ഡെലൂഷൻ പറയാം, ഡിസ്ഓർഗനൈസ്ഡ് തിങ്കിങ് ആൻഡ് ബിഹേവിയർ പറയാം, നെഗറ്റീവ് സിംറ്റംസ് പറയാം, അൺയൂഷ്വൽ മോട്ടോർ ആക്ടിവിറ്റീസ് പറയാനായിട്ട് സാധിക്കും. ഇനി ഇവർക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ ഇവരുടെ ഒരു പ്രത്യേകത, ദേ ലൂസ് ടച്ച് ഇൻ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്കിസോഫ്രീനിയ സീംസ് ടു ലൂസ് ടച്ച് വിത്ത് റിയാലിറ്റി. ആ ഒരു റിയാലിറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷൻ അവരിങ്ങനെ വിച്ഛേദിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. ഇനി ഇതിന്റെ സിംറ്റംസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ കോസസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇതിന്റെ സിംറ്റംസ്, കോസസ് നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഹലൂസിനേഷൻ ആവാം, ഡെലൂഷൻ ആവാം, നെഗറ്റീവ് സിംറ്റം, ഇതൊക്കെയാണ് സിംറ്റം അല്ലെ കോസസ് എന്ന് പറഞ്ഞു വരിക. ഓക്കെ, ഇനി ഇതിന്റെ എന്താണ് റിസർച്ചേഴ്സ് പറയുന്നത്, ഇതിന്റെ കാരണങ്ങൾ, കോസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജെനറ്റിക്സ് ആവാം, ജനിതകപരമാവാം, അല്ലെങ്കിൽ ബ്രെയിൻ കെമിസ്ട്രി, അതായത് ബ്രെയിനിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ടുള്ളതാവാം, അല്ലെങ്കിൽ നമ്മുടെ പാരിസ്ഥിതികം എൻവയോൺമെന്റ് ആവാം എന്നാണ് റിസർച്ചേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ദ റിസർച്ചേഴ്സ് find out that or believe that a mix of genetic, brain chemistry and environment can play a role എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും. ഇനി ഇതിന്റെ എന്താണ് കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്, ആൻസൈറ്റി ഡിസോർഡർ ആണ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ OCD ആണ്, പിന്നെ എന്താണ്
നമുക്ക് സോഷ്യലി വിഡ്രോവൽ ആണ്, നോട്ട് ഏബിൾ ടു വർക്ക് ഡെയിലി വർക്ക്, നോട്ട് ഏബിൾ ടു ഡു ഡെയിലി വർക്ക്. ദെൻ അടുത്ത എന്താണ്, മണി പ്രോബ്ലം ഉണ്ടാവാം, സോഷ്യലി ഐസൊലേഷൻ ഉണ്ടാവാം, അഗ്രസീവ് ആൻഡ് വയലന്റ് ബിഹേവിയർ ഉണ്ടാവാം. ഇനി ഇതിന്റെ പ്രിവെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ദ പ്രിവെൻഷൻ ഓഫ് സ്കിസോഫ്രീനിയ ഏതാണെന്ന് ചോദിച്ചാൽ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ്. എന്താണ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്? ഇതാണ് സ്കിസോഫ്രീനിയയുടെ ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇത്രയും ഒന്ന് പഠിച്ചു വെക്കുക. ഇത്രയുമല്ല, ഞാൻ പറഞ്ഞത് അത്രയും ഒന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്കിന് വരാം എന്നേ പറയാൻ പറ്റുള്ളൂ, വരും എന്ന് പറയത്തില്ല, വരാം എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്ര ഒന്ന് ഏരിയ ഒന്ന് പഠിച്ചു പോകാം. ഇത് നിങ്ങൾ ഏതെങ്കിലും സെന്ററിൽ പഠിക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും നോട്ട് ഉണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾ ആക്റ്റീവായിട്ട് നിന്നാൽ ഇനിയുള്ള ദിവസങ്ങൾ നമുക്കറിയാം, കൃത്യം 2 മാസം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് 2.5 മാസം എന്ന് പറയാം. ആ സമയങ്ങളിൽ ആക്റ്റീവായിട്ട് ക്ലാസ് കാണുന്നവർ ആക്റ്റീവായിട്ട് നിന്നാലേ നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ അല്ലെ, പഠിക്കാനും എടുക്കാനും ഒക്കെ ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, സ്കിസോഫ്രീനിയ ആയിട്ട് എന്തെങ്കിലും പോയിന്റുകൾ വിട്ട് അല്ലെ നിങ്ങൾ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, അത് മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഉപകാരമാകും അല്ലെ. നമ്മളൊരു കോമ്പിറ്റൻസി ആണ് കാണേണ്ടത്, കോമ്പിറ്റൻസി ലെവലിൽ പഠിച്ചു പോവുക, നന്നായി പഠിക്കുക, നിങ്ങളെ കൊണ്ട് എന്തായാലും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായി കാണാം. ക്ലാസ്സുകൾ പ്രയോജനകരമാണെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ ലൈക്കിലൂടെ അത് അറിയിക്കുക. ഓക്കെ, അപ്പം ക്ലാസ് നമ്മൾ പാസീവായിട്ട് ക്ലാസ് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടാൻ വൈകും. അതേസമയം ക്ലാസ്സുകൾക്ക് ഉഷാറുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ മാം വെയിറ്റിംഗ്, അല്ലെങ്കിൽ കൊള്ളാം എന്നുള്ള ഒരു കമന്റ് ഉണ്ടെങ്കിൽ വീണ്ടും ഇത് റിലേറ്റഡ് ആയിട്ട് ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ഉഷാറായിട്ടിരിക്കും, നമുക്കൊന്ന് ഉഷാറാവാം. നമ്മളൊരു ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറെ മോട്ടിവേഷൻ തന്ന് നിങ്ങളിങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് സെറ്റ്, ഇതൊരു 2 ദിവസമേ കാണുള്ളൂ. നമ്മുടെ അവസ്ഥ നമുക്കേ അറിയുള്ളൂ. ഞാനൊരു മോട്ടിവേഷൻ തരുന്നത് എൻ്റെ സാഹചര്യത്തിന് ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പൊ ഞാനൊരു വീട്ടമ്മയാണെങ്കിൽ ആ വീട്ടമ്മയ്ക്ക് ഒരു 5 മണിക്കൂർ ഇരുന്ന് പഠിക്കാം, അങ്ങനെ ഒരു ടൈം ടേബിൾ എനിക്ക് സെറ്റ് ചെയ്യാം. എന്നാൽ ഞാൻ ജോലിക്ക് പോകുന്നു, അല്ലെ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മയാണ്, അല്ലെ 1 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാണെങ്കിൽ എനിക്ക് 5 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ സമയത്തിന് ജോലിയുടെ വില നമ്മൾ മനസ്സിലാക്കണം. ജോലി എന്ന് പറയുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് അല്ലെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രാഥമിക ആവശ്യം പോലെ തന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പൊ തീർച്ചയായും മുന്നോട്ട് പഠിച്ചു പോവുക. നിങ്ങളെ കൊണ്ട് സക്സസ് ആകും, നിങ്ങളെ കൊണ്ട് സക്സസ് ആവാൻ സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ഈ 2.5 മാസത്തെ കാണുക. ഞാൻ പറഞ്ഞല്ലോ, എവിടെ എങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തോന്നിയാൽ അപ്പോൾ ഓർക്കുക, അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, പകരം കോമ ഇടാം. ആ ഫുൾ സ്റ്റോപ്പിന് പകരം കോമയിട്ട് മുന്നോട്ട് തന്നെ പോവുക. അപ്പം സക്സസ് ആയിരിക്കട്ടെ, ഹാപ്പി ആയിരിക്കുക, നന്നായി പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.